നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ പ്രവാസി സമൂഹത്തിന് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീട് വയ്ക്കുന്നതിന് ഭൂമി തരംമാറ്റുവാനുള്ള അപേക്ഷകളിൽ അതിവേഗം തീരുമാനം ഉണ്ടാകണമെന്ന് ജില്ലാ കളക്ടർമാരുടെ യോഗത്തിൽ നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സുഗത സൂക്ഷ്മവനം പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ആലപ്പുഴയിൽ നിർവഹിച്ചു. കവയിത്രി സുഗതകുമാരിയുടെ സാമൂഹിക സംഭാവനകൾ പുതുതലമുറയ്ക്ക് പ്രചോദനമാകണമെന്ന് കേന്ദ്രമന്ത്രി. ലൈംഗിക അധിക്ഷേപ കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ റിമാൻഡിൽ. ജാമ്യാപേക്ഷ കോടതി തള്ളി. വാളയാർ കേസിൽ കുട്ടികളുടെ മാതാപിതാക്കളെ പ്രതി ചേർത്ത് സിബിഐ. മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തീർത്ഥാടകരാൽ നിറഞ്ഞ് ശബരിമല സന്നിധാനം. തിരക്ക് നിയന്ത്രിക്കാൻ ക്രമീകരണങ്ങളൊരുക്കി ദേവസ്വം ബോർഡ്. വാർത്തകൾ വിശദമായി. 2047ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ പ്രവാസി സമൂഹത്തിന് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രവാസി സമൂഹം കൈവരിച്ച നേട്ടങ്ങൾ രാജ്യത്തെ അഭിമാനഭരിതമാക്കുന്നതായും ഭുവനേശ്വറിൽ 18ാമത് പ്രവാസി ഭാരതീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രവാസികൾക്ക് മാതൃരാജ്യവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വേദിയാണ് സമ്മേളനമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രവാസി ഭാരതീയ എക്സ്പ്രസ് പ്രത്യേക ടൂറിസ്റ്റ് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫും അദ്ദേഹം ചടങ്ങിൽ നിർവഹിച്ചു. നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. പ്രവാസി ഭാരതീയ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ചടങ്ങിൽ സമ്മാനിക്കും. വീട് വയ്ക്കുന്നതിന് ഭൂമി തരംമാറ്റുവാനുള്ള അപേക്ഷകളിൽ അതിവേഗം തീരുമാനം ഉണ്ടാകണമെന്നും നിയമപരമായ തടസ്സങ്ങളുണ്ടെങ്കിൽ അപേക്ഷകരെ അറിയിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് 2 ദിവസമായി ചേർന്ന ജില്ലാ കളക്ടർമാരുടെയും വകുപ്പ് മേധാവികളുടെയും വാർഷിക സമ്മേളനത്തിന്റെ സമാപനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നഗരപരിധിയിൽ 5 സെന്റിലും ഗ്രാമങ്ങളിൽ 10 സെന്റിലും വീട് വയ്ക്കുന്നതിന് അപേക്ഷ നൽകിയാൽ ആവശ്യമായ പരിശോധനകൾ വേഗത്തിൽ പൂർത്തിയാക്കി അനുവാദം നൽകണം. നെൽവയൽ നിയമം വരുന്നതിന് മുൻപ് പുരയിടമായി പരിവർത്തിക്കപ്പെട്ട ഭൂമി തരം മാറ്റുന്നതിന് സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കവയിത്രി സുഗതകുമാരിയുടെ ആത്മസമർപ്പണവും സാമൂഹിക സംഭാവനകളും പുതുതലമുറയ്ക്ക് പ്രചോദനമാകണമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. സുഗത സൂക്ഷ്മവനം പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ആലപ്പുഴ സംഹതി ക്യാമ്പസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി സംരക്ഷണത്തിനായും മനുഷ്യാവകാശത്തിനായും സുഗതകുമാരി എന്നും നിലകൊണ്ടതായും ശ്രീ എൽ മുരുകൻ പറഞ്ഞു. Every youngsters and every young generation or coming generations, we must be inspired and we must be learned from the Sugata Kumari Amma's history and Sugata Kumari Amma's motivated and Sugata Kumari Amma's dedication, how she worked for the society's welfare. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി എത്തിയ കേന്ദ്ര സഹമന്ത്രി ഇന്ന് എറണാകുളം വടുതല ചിന്മയ സ്കൂളിലും സുഗത സൂക്ഷ്മവനം പരിപാടിക്ക് തുടക്കം കുറിച്ചു. ആവണീശ്വരം പത്മനാഭപിള്ള മെമ്മോറിയൽ സ്കൂളിലും പാരിപ്പള്ളി അമൃത സംസ്കൃത സ്കൂളിലും നാളെ നടക്കുന്ന പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കും. വള്ളിക്കാവ് അമൃതാനന്ദമയി ആശ്രമവും ചടയമംഗലം ജഡായു എർത്ത് സെന്ററും കേന്ദ്രമന്ത്രി സന്ദർശിക്കും. നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇയാൾ സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി തള്ളി. ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. ഇയാളെ ഉടൻ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റും. വാളയാർ കേസിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ കൂടി പ്രതി ചേർത്ത് സിബിഐ കുറ്റപത്രം സമർപ്പിച്ചു. കുട്ടികളുടെ മരണത്തിൽ മാതാപിതാക്കൾക്ക് പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് എറണാകുളം സിബിഐ പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇരുവരും പീഡന വിവരം അറിഞ്ഞിട്ടും മറച്ചുവെച്ചതായി കുറ്റപത്രത്തിൽ പറയുന്നു. ആത്മഹത്യാ പ്രേരണാകുറ്റം, ബലാത്സംഗം പ്രേരണാകുറ്റം തുടങ്ങിയവയും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ തുടരന്വേഷണത്തിന് ശേഷമാണ് കേസിൽ സിബിഐ അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തീർത്ഥാടകരാൽ നിറഞ്ഞ് ശബരിമല സന്നിധാനം. മകരസംക്രമ ദിനത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുവാനുള്ള തിരുവാഭരണം ഈ മാസം 12-ന് പന്തളത്ത് നിന്ന് പുറപ്പെടും. 14-നാണ് മകരവിളക്ക്. തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കാൻ സന്നിധാനത്ത് കൂടുതൽ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ.
മകരവിളക്ക് മഹോത്സവത്തിന് ഇനി 5 നാൾ മാത്രം ശേഷിക്കെ തീർത്ഥാടകരാൽ നിറഞ്ഞിരിക്കുകയാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളും. തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി വെർച്വൽ ക്യൂ ബുക്കിംഗ്, തത്സമയ ബുക്കിംഗ് എന്നിവ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. തത്സമയ ബുക്കിംഗ് 13 വരെ 5000-ആയും 14-ന് 1000-ആയും പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. പമ്പയിലുണ്ടായിരുന്ന തത്സമയ ബുക്കിംഗ് കേന്ദ്രങ്ങൾ പൂർണ്ണമായും നിലയ്ക്കലിലേക്ക് മാറ്റി. ജനുവരി 12-ന് രാവിലെ 8 മുതൽ 15-ന് ഉച്ചകഴിഞ്ഞ് 2 വരെ ഹിൽടോപ്പിലെ പാർക്കിംഗ് അനുവദിക്കില്ല. കെഎസ്ആർടിസിക്ക് മാത്രമാണ് അനുമതി ലഭിക്കുക. മകരവിളക്കുമായി ബന്ധപ്പെട്ട യാത്ര സുഗമമാക്കുന്നതിനായി കെഎസ്ആർടിസി 800 ബസ്സുകളിൽ 450 ബസ്സുകൾ ചെയിൻ സർവീസായും 350 ബസ്സുകൾ ദീർഘദൂര സർവീസിനായും ഒരുക്കും. ശബരിമല വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. റോഡ് കെട്ടിയടച്ച് സമരവും പാർട്ടി യോഗങ്ങളും മറ്റും സംഘടിപ്പിച്ച പാർട്ടി നേതാക്കൾ നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി. ഇത്തരം നടപടികൾ കോടതി അലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജിയിലാണ് അടുത്ത മാസം 10-ന് ഹാജരാകാൻ ഡിവിഷൻ നിർദ്ദേശിച്ചത്. തിരുവനന്തപുരത്തും കൊച്ചിയിലും നടന്ന വിവിധ പരിപാടികളോടനുബന്ധിച്ച് എം.വി. ഗോവിന്ദൻ, കടകംപള്ളി സുരേന്ദ്രൻ, ബിനോയ് വിശ്വം, വി.കെ. പ്രശാന്ത്, ടി.ജെ. വിനോദ് ഉൾപ്പെടെയുള്ള സിപിഐഎം, സിപിഐ, കോൺഗ്രസ് നേതാക്കളോട് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചേർത്തല പെരുമ്പളം എൽപി സ്കൂളിലെ 5 കുട്ടികൾക്ക് മുണ്ടിനീര് ബാധയുണ്ടായതിനെ തുടർന്ന് സ്കൂളിന് 21 ദിവസത്തെ അവധി പ്രഖ്യാപിച്ച് ആലപ്പുഴ ജില്ലാ കളക്ടർ. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് രോഗം പടർന്നു പിടിക്കുന്നത് തടയാൻ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ആരോഗ്യ, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുമായി ചേർന്ന് മുൻകരുതൽ നടപടികൾ വിദ്യാലയങ്ങളിൽ സ്വീകരിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയതിന്റെ ആഹ്ലാദ സൂചകമായി തൃശൂർ ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും നാളെ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ജില്ലയിലെ സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ്, സിബിഎസ്ഇ, ഐസിഎസ്ഇ ഉൾപ്പെടെയുള്ള എല്ലാ സ്കൂളുകൾക്കും അവധിയായിരിക്കുമെന്ന് ഉത്തരവിൽ പറയുന്നു. അടുത്ത കലോത്സവത്തിൽ കൂടുതൽ പാരമ്പര്യ കലകൾ ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണനയിലാണെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. കലകൾ പഠിക്കാനും അവതരിപ്പിക്കുവാനുമുള്ള പണച്ചെലവ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നതായും ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് കൈക്കൊള്ളേണ്ടത് എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മത്സരാർത്ഥികൾക്കുള്ള സാംസ്കാരിക സ്കോളർഷിപ്പ് 1000 രൂപയിൽ നിന്ന് അടുത്ത വർഷം മുതൽ 1500 രൂപയാക്കുമെന്നും ശ്രീ വി. ശിവൻകുട്ടി അറിയിച്ചു. 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിലെ സ്കൂളുകൾക്കായുള്ള റീൽസ് മത്സരത്തിൽ വിജയം നേടിയ കുറവൻകുണം ശ്രീ പട്ടം താണുപിള്ള മെമ്മോറിയൽ ഗവൺമെന്റ് യുപി സ്കൂളിന് വിദ്യാഭ്യാസ മന്ത്രിയുടെ അനുമോദനം. റീൽസ് തയ്യാറാക്കി സ്കൂളിന് സമർപ്പിച്ച 5ാം ക്ലാസ് വിദ്യാർത്ഥിനി ധ്വനി ആഷ്മിയെയും അധ്യാപകരെയും SIET പുരസ്കാരം നൽകി ആദരിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 2000-ഓളം റീൽസിനെ പിന്നിലാക്കിയാണ് ഈ നേട്ടം. നേരിമംഗലം ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയുടെ ഭാഗമായ കല്ലാർകുട്ടി അണക്കെട്ടിൽ വീണ്ടും വെള്ളം നിറഞ്ഞു. കഴിഞ്ഞ ഡിസംബർ 27-നായിരുന്നു അണക്കെട്ടിലെ വെള്ളം പൂർണ്ണമായി വറ്റിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ ടണലിന് മുമ്പിൽ ഘടിപ്പിച്ചിരിക്കുന്ന ട്രാഷാക്കി കാലപ്പഴക്കത്തെ തുടർന്ന് മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾക്കായിട്ടായിരുന്നു ഡാമിലെ വെള്ളം പൂർണ്ണമായി ഒഴുക്കിക്കളഞ്ഞത്. അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കപ്പെട്ടതോടെ ഡാമിൽ വീണ്ടും വെള്ളം നിറയ്ക്കുകയായിരുന്നു. ഇവിടെ നിന്നും നേരിമംഗലം ജലവൈദ്യുത നിലയത്തിലേക്ക് വെള്ളം എത്തിക്കുന്ന ടണൽ മുഖത്തെ ട്രാഷാക്കി അക്കാലത്ത് സ്ഥാപിച്ചതാണ്. ഇടയ്ക്കിടെ തകരാറിലാകുന്ന ട്രാഷാക്കിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുക മാത്രമാണ് ഇതുവരെ ചെയ്തിരുന്നത്. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ഒഡീഷയെ നേരിടും. രാത്രി 7:30-ന് ചെന്നൈയിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടം. സെൻസെക്സ് 424 പോയിന്റ് താഴ്ന്ന് 77,620-ലും നിഫ്റ്റി 132 പോയിന്റ് നഷ്ടത്തിൽ 23,556-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഉയർന്നു. പവന് 280 രൂപ വർദ്ധിച്ച് 58,080 രൂപയും ഗ്രാമിന് 7,260 രൂപയുമാണ് ഇന്നത്തെ വില. DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിൽ പ്രതി ചേർക്കപ്പെട്ട IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ ബത്തേരിയിൽ ദേശീയപാത ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ പ്രവാസി സമൂഹത്തിന് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീട് വയ്ക്കുന്നതിന് ഭൂമി തരം മാറ്റുവാനുള്ള അപേക്ഷകളിൽ അതിവേഗം തീരുമാനമുണ്ടാകണമെന്ന് ജില്ലാ കളക്ടർമാരുടെ യോഗത്തിൽ നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സുഗത സൂക്ഷ്മവനം പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ആലപ്പുഴയിൽ നിർവഹിച്ചു. കവയിത്രി സുഗതകുമാരിയുടെ സാമൂഹിക സംഭാവനകൾ പുതുതലമുറയ്ക്ക് പ്രചോദനമാകണമെന്ന് കേന്ദ്രമന്ത്രി. ലൈംഗിക അധിക്ഷേപ കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ റിമാൻഡിൽ. ജാമ്യാപേക്ഷ കോടതി തള്ളി. വാളയാർ കേസിൽ കുട്ടികളുടെ മാതാപിതാക്കളെ പ്രതി ചേർത്ത് CBI. മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തീർത്ഥാടകരാൽ നിറഞ്ഞ് ശബരിമല സന്നിധാനം. തിരക്ക് നിയന്ത്രിക്കാൻ ക്രമീകരണങ്ങൾ ഒരുക്കി ദേവസ്വം ബോർഡ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ